നമസ്കാരം. ഓൾറൗണ്ട് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽസ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് ലെനോവോ ബ്രാൻഡിൽ വരുന്ന ഡെസ്ക്ടോപ്പുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏസർ ബ്രാൻഡിൽ വരുന്ന ഡെസ്ക്ടോപ്പുകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അതിൻ്റേതായിട്ടുള്ള മോണിറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ലാപ്ടോപ്പുകൾ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ അത് സ്റ്റാറ്റസ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മളതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയെന്ന് പരിഹരിച്ചതിന് ശേഷം വീഡിയോ ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഒരു 4-5 ലാപ്ടോപ്പുകളുണ്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതുകൂടാതെ നമ്മളുടെ ചാനലിൽ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോസിൽ നമ്മൾ വീഡിയോ കാണുന്നവർക്കും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഓരോ വീഡിയോസിലും സെയിൽസ് റിലേറ്റഡ് വീഡിയോസിലൊക്കെ നമ്മൾ ഓരോ ഗാഡ്ജറ്റുകൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ വീഡിയോ കാണുന്നവർക്കാണ് അറിയാം, പുതുതായി കാണുന്നവർക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോസിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വൈഫൈ ക്യാമറ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിന്നറെ തിരഞ്ഞെടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലും ഞാൻ ഒരു ഗാഡ്ജറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ വഴി അറിയാം. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ഡെസ്ക്ടോപ്പുകൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ഡെസ്ക്ടോപ്പ് ഈ ഒരു ഡെസ്ക്ടോപ്പാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെനോവോ ബ്രാൻഡിൽ വരുന്ന തിങ്ക് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഫ്രണ്ട് നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത്. ആക്ച്വലി ഈ ഒരു മോഡൽ നമ്മളുടെ ചാനലിൽ മുമ്പും പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ നമുക്ക് 2 USB പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്, ഒരു ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഫ്രണ്ട്. നല്ല രീതിയിലുള്ള ഒരു CPU ആണ്. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇതിൽ നമുക്ക് 3.1-ൻ്റെ 2 ബ്ലൂ USB പോർട്ട് വരുന്നുണ്ട്. നോർമൽ 2.1-ൻ്റെ 2 USB പോർട്ട് വേറെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു യൂസ്വലായിട്ട് വരുന്ന മൈക്ക് ഇൻപുട്ട്, പിന്നെ ഓഡിയോ ഔട്ട്പുട്ട്, അതുപോലെ തന്നെ PS2 കീബോർഡ്, മൗസ്, ഒരു ഡിസ്പ്ലേ ഔട്ട്പുട്ട് വരുന്നുണ്ട്, ഒരു VG ഔട്ട്പുട്ട് വരുന്നുണ്ട്, ഒരു സീരിയൽ പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫാന്, വിൻഡോ ഫാനോട് കൂടി വന്നിട്ടുണ്ട്. ഇവിടെ SMBS കാര്യങ്ങളൊക്കെ ലെനോവോ ബ്രാൻഡിന് തന്നെ ഒറിജിനലാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ ഏതാ നോക്കാം. ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ ലെനോവോ ബ്രാൻഡിൽ വരുന്ന 20 ഇഞ്ചിൻ്റെ മോണിറ്ററാണ് വന്നിട്ടുള്ളത്. ഇതാണ് മോണിറ്റർ, സ്ലിം ടൈപ്പ് മോണിറ്ററാണ് വരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു 20 ഇഞ്ചാണ് സ്ക്രീൻ സൈസ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു CPU നമുക്ക് ഇപ്പോൾ നിലവിൽ ഒരു 8 CPU ഇപ്പോൾ നമ്മളെ അടുത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു മോണിറ്ററോട് കൂടിയിട്ട് 8 ഡെസ്ക്ടോപ്പുകൾ അവൈലബിൾ ആണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ, അതുപോലെ തന്നെ റാം, ഇതിൻ്റെ സ്റ്റോറേജ് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വഴി ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡെസ്ക്ടോപ്പ് ഏതാ നോക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ഡെസ്ക്ടോപ്പ് ഈ ഒരു രീതിയാണ്. ഫ്രണ്ട് നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത്. ഏസറാണ് ബ്രാൻഡ് വരുന്നത്. ഇതും നമ്മളെ മുമ്പ് ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള സെയിം വേരിയൻ്റ് ആണ്. അപ്പോൾ ഇത് ഫ്രണ്ട് നമുക്ക് 2 USB പോർട്ട് വരുന്നുണ്ട്, ഒരു മൈക്ക് ഇൻപുട്ട്, ഒരു ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് നമുക്ക് ഒരു രീതിയാണ് വരുന്നത്. ബ്രാൻഡ് വരുന്നത് ഏസറാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് 2, 4, 6 USB പോർട്ട് വരുന്നുണ്ട്. 6 അല്ല, 2, 4, 6, 8 USB പോർട്ട് ബാക്കിൽ വരുന്നുണ്ട്. അതിൽ 2 ബ്ലൂ USB പോർട്ടാണ് വരുന്നത് 3.0. അതുപോലെ തന്നെ നമുക്കൊരു PS2 വരുന്നുണ്ട്, ഒരു VG ഔട്ട് വരുന്നുണ്ട്, ഒരു സീരിയൽ പോർട്ട്, ഒരു പാരൽ പോർട്ട് അഡാപ്റ്റർ വരുന്നുണ്ട്. SMBS കാര്യങ്ങളൊക്കെ ബ്രാൻഡഡ് ആണ്. ബാക്കിൽ നമുക്ക് 8 USB പോർട്ട് വരുന്നുണ്ട്, ഫ്രണ്ടിൽ 2 USB പോർട്ട് വരുന്നുണ്ട്. ടോട്ടൽ 10 USB പോർട്ട് വരുന്ന മോഡലാണ്. ഇത് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ ഏതാ നോക്കാം. ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ 20 ഇഞ്ചിൻ്റെ വൈഡ് ആംഗിൾ വരുന്ന ഡെല്ല് ബ്രാൻഡിൽ വരുന്ന മോണിറ്ററാണ്. ഇത് നമുക്ക് ഏസർ ബ്രാൻഡിൽ വരുന്ന മോണിറ്റർ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഡെല്ലാണ് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏസർ മോണിറ്റർ വേണമെങ്കിലും അതും ചെയ്തു തരാം. റേറ്റൊക്കെ സെയിം തന്നെ ആയിരിക്കും. മോണിറ്റർ നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു HDMI ഇൻപുട്ട് വരുന്നുണ്ട്, ഒരു ഡിസ്പ്ലേ ഇൻപുട്ട് വരുന്നുണ്ട്, ഒരു VGA ഇൻപുട്ടും വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മോണിറ്ററാണ്. ഇത് നമുക്ക് 20 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു CPUവിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 22 ഇഞ്ചിൻ്റെ HDMI വരുന്ന മോണിറ്റർ വരികയാണെങ്കിൽ നമുക്കൊരു 1500 രൂപയുടെ മാറ്റം വരും. അപ്പോൾ അത് ഏതാണെന്നുള്ളത് നോക്കാം. അത് ഈ ഒരു മോണിറ്ററാണ്. ഇത് നമുക്ക് 22 ഇഞ്ചാണ് സൈസ് വരുന്നത്. ബ്രാൻഡ് വരുന്നത് ബെൻക്യൂ ആണ്. ഇതിൽ നമുക്ക് പോർട്ടുകൾ വരുന്നത്, ഇതിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്,
അതുപോലെ തന്നെ HDMI ഇൻപുട്ട് വരുന്നുണ്ട്, DVI ഇൻപുട്ട് വരുന്നുണ്ട്, ഒരു VGA ഇൻപുട്ട് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറോട് കൂടിയിട്ടുള്ള ഒരു മോണിറ്ററാണ്. സൈസ് വരുന്നത് 22 ഇഞ്ചാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഫുൾ HD വീഡിയോസ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ലെനോവോയുടെ മോഡൽ നമ്പർ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുക, ഏസറിൻ്റെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തൊരു വീഡിയോസ് കാര്യങ്ങളുണ്ട്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ ഏതാണ്, അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റാം എത്ര GB ആണ്, സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഡിസ്ക് ആണോ SSD ആണോ എന്നൊക്കെ നോക്കാനുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ചെയ്ത വീഡിയോസിൽ നമ്മളെ വിന്നറെ തിരഞ്ഞെടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു വൈഫൈ ക്യാമറ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ ഈ ഒരു വൈഫൈ ക്യാമറയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത വീഡിയോസ്, അതുപോലെ തന്നെ ഇത് ഏത് രീതിയിലാണ് പെയർ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തൊട്ട് മുമ്പ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഞാനിത് ഏത് രീതിയിലാണ് വിന്നറെ തിരഞ്ഞെടുക്കുക, അത് ഏത് രീതിയിലാണ് വിന്നറെ കൈകളിൽ എത്തുക എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പും സെയിൽസ് റിലേറ്റഡ് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളിത് കയറി കാണുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോസിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ഉണ്ട്. അത് നമ്മൾ ഇതുവരെ നമ്മൾ കൊടുത്തതൊക്കെ നമ്മൾ യൂസഡ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് വൈഫൈ ക്യാമറയാണ്. ഇത് റിയൽമിയുടെ ആണ് വരുന്നത്. ഇത് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ നമുക്ക് 2500 രൂപ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 32 GB മെമ്മറി കാർഡോട് കൂടിയിട്ടാണ് തരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ അഡാപ്റ്റർ, അതുപോലെ തന്നെ ഒരു 2 മീറ്ററിൻ്റെ ഒരു കേബിൾ കൂടിയിട്ട് എല്ലാം പിന്നെ ചെക്ക് ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ മുമ്പത്തെ വീഡിയോയിൽ ഈ ഒരു വിന്നറെ തിരഞ്ഞെടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവും. അതിലാകെ കമൻറ്റ് വന്നിട്ടുള്ളത് 80 കമൻറ്റിൻ്റെ ചോടയാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് 75-70 കമൻറ്റിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ ഇതിന് ചോദ്യം ഉണ്ടായിരുന്നത് നമ്മളൊരു 5 ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 ലാപ്ടോപ്പിൻ്റെ പ്രൈസ് എത്രയായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിന്നർ ആരാന്നുള്ളത് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്ന ഡിവൈസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ടാബിളൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോസിൽ കമൻറ്റ് ചെയ്തവർക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഗാഡ്ജറ്റ് ഏതാ നോക്കാം. അപ്പോൾ നമ്മൾ ഇനി വരുന്ന നമ്മളുടെ സെയിൽസ് റിലേറ്റഡ് വീഡിയോസിലൊക്കെ നമ്മൾ ഇനി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഡിവൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ്. ഇത് മോഡൽ നമ്പർ വരുന്നത് ഇൻപോർട്സ് 12 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇയർബഡ്സ് ആണ് വരുന്നത്, സ്റ്റീരിയോ ആണ് വരുന്നത്. അതുകൂടാതെ നമുക്കിത് ബ്ലൂടൂത്ത് 5 കൂടിയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇതൊന്നും നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ല. അത് ഞാൻ ജസ്റ്റ് ഒരെണ്ണം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് ബോക്സ് പീസാണ് കേട്ടോ. അതൊന്നും സീല് ഓപ്പൺ ചെയ്യാത്ത ബോക്സ് പീസുകളാണ്. ഇത് നമുക്കിപ്പോൾ നിലവിലൊരു 11 പീസ് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന സെയിൽസ് റിലേറ്റഡ് വീഡിയോസിലൊക്കെ നമ്മൾ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വീഡിയോസിൽ നമ്മൾ ഏതെങ്കിലും CPU-ൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് എത്രയെന്ന് ചോദിക്കും. ജസ്റ്റ് അത് ഞാനത് പറയുന്ന പ്രൈസ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഫോളോവേഴ്സിന്, അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിത് വിന്നറെ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ നമ്മളെ കമൻറ്റ് ചെയ്തവരും യൂട്യൂബ് ഫോളോവേഴ്സിനൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് ഇത് കൊടുക്കാനുള്ള വിന്നറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെ മുമ്പത്തെയൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് പിക്കറാണ് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അത് ഏത് രീതിയിലാണ് വിന്നറെ കണ്ടെത്തുക, ഏത് രീതിയിലാണ് വിന്നർക്ക് അത് കൈപ്പറ്റുക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത വീഡിയോസ് ഉണ്ട്. അത് ഞാൻ എന്തായാലും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കയറി കാണുക. ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് മുഖേനയാണ് നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് കൊടുത്തിട്ടുള്ളതൊക്കെ യൂസഡ് ഗാഡ്ജറ്റുകളായിരുന്നു. നമ്മൾ ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ, വൈഫൈ ഡൊങ്കിൾ, അതുപോലെ തന്നെ വൈഫൈ റിപ്പീറ്റർ, നമ്മളൊരു ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഹോം തിയേറ്റർ. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഇയർബഡ്സ് ആണ്. ഇത് ഞാൻ മോഡൽ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻപോർട്സ് 12 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഡുവൽ ഇയർബഡ്സ് ആണ് ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ അതും പോരാത്തതിന് നമുക്ക് ബ്ലൂടൂത്ത് 5 ആണ്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് നോക്കാം.
അപ്പോൾ നമുക്ക് ബോക്സ് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഡിവൈസ് വരുന്നത്. ഇത് നമുക്ക് ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ഇയർബഡ്സ് വരുന്നത്. ലെഫ്റ്റും റൈറ്റും വരുന്നത് ഈ ഒരു രീതിയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇയർബഡ്സാണ്. ഞാൻ നല്ല രീതിയിൽ ഇതിൻ്റെ മുമ്പ് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും നല്ല ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ബോക്സിൽ നമുക്ക് വേറെ എന്തൊക്കെയാണ് നോക്കാം. ബോക്സിൽ പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈപ്പ് സി ചാർജിങ് വന്നിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ ഈ ഒരു ബോക്സിൽ. അപ്പോൾ ഇനി വരുന്ന സെയിൽസ് റിലേറ്റഡ് വീഡിയോസിലൊക്കെ നമ്മൾ ഈ ഗാഡ്ജറ്റുകളായിരിക്കും കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ മുമ്പ് ചെയ്ത നമ്മളെ വൈഫൈ ക്യാമറക്ക് ആകെ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 2 ആഴ്ചത്തോളമായി ആ വീഡിയോ ചെയ്തിട്ട്. ഇപ്പോഴും നമുക്കതിൽ 80 കമൻറ്റാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഡിവൈസാണ് ഞാൻ കമൻറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏതെങ്കിലും ഡെസ്ക്ടോപ്പിൻ്റെ റേറ്റ് എത്രയെന്ന് ചോദിക്കും. ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബഡ് ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പുകൾ ഏതാണെന്ന് നോക്കാം. ഇതിൽ ഞാൻ വീഡിയോ കമൻറ്റ് ചെയ്തവർക്ക് ഞാൻ ഈ ബോക്സ് അൺബോക്സ് ചെയ്ത ബോക്സ് ആയിരിക്കില്ല കേട്ടോ തരിക. ഞാൻ അൺബോക്സ് ചെയ്യാത്ത ബോക്സ് തന്നെ ആയിരിക്കും തരിക. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പുകൾ ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ലാപ്ടോപ്പ് ലെനോവോ ബ്രാൻഡിൽ വരുന്ന ഈ ഒരു ലാപ്ടോപ്പാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. ഇഞ്ചക്സ് കാര്യങ്ങൾക്കൊന്നും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. സിൽവർ കളറാണ് വരുന്നത്. ഡിസ്പ്ലേ വരുന്നത് 14 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത്. IPS ആണ് ഡിസ്പ്ലേ വരുന്നത്. ഫുൾ HD 4K വീഡിയോസുകളൊക്കെ നല്ല രീതിയിൽ വർക്കാവും. കീബോർഡ് കാര്യങ്ങൾ ഒക്കെ ഈ ഒരു രീതിയാണ് വരുന്നത്. ഇതിൽ നമുക്ക് i3 7th ജനറേഷൻ്റെ ഒരു ലോഗാണ് വന്നിട്ടുള്ളത്. 7th ജനറേഷനാണ് വരുന്നത്. ആക്ച്വലി ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ലാപ്ടോപ്പുകളൊക്കെ ജസ്റ്റ് അടുത്തൊരു വീഡിയോയിലാകും ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കാണിക്കാമെന്ന് മാത്രം. അതുപോലെ തന്നെ ഇതേപോലെ ഒരു സിൽവർ കളർ ലാപ്ടോപ്പാണ് ഞാനിവിടെ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യണത്. ഇതാണ്, ഇത് MI ആണ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതല്ല, ഇത് നമ്മൾ പേഴ്സണൽ ഉപയോഗിക്കുന്നതാണ്. ഇത് രണ്ടും കാഴ്ചക്ക് കാണുമ്പോൾ ഒരേപോലെയാണെങ്കിലും ഇത് MI ആണ്, ഇത് ലെനോവയാണ്. അതുപോലെ തന്നെ ഇത് പ്രൊസസ്സർ വരുന്നത് i5 10th ജനറേഷൻ പ്രോസസ്സറാണ് വരുന്നത്. ഇത് പിന്നെ ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് കുറച്ച് സ്പെക്ക് കൂടിയതാണ് കേട്ടോ. എന്തായാലും വൈകാതെ ഇതും ഞാൻ സെയിൽ ചെയ്യും. നമ്മൾ കൂടുതലായിട്ടൊന്നും നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കത് 1 വർഷത്തോളം ഞാനിതിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ലാപ്ടോപ്പാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് അടുത്ത ലാപ്ടോപ്പ് ഏതാ നോക്കാം. അടുത്ത ലാപ്ടോപ്പ് വന്നിട്ടുള്ളത് ഡെല്ലാണ്. i3 4th ജനറേഷൻ പ്രോസസ്സറാണ് വരുന്നത്. ഇതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ഓൺ ചെയ്ത് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ ഇതിൻ്റെ അഡാപ്റ്റർ കാര്യങ്ങളൊന്നും വരാത്ത കാരണം എന്തായാലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെയൊക്കെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ അടുത്ത ലാപ്ടോപ്പ് ഏതാ നോക്കാം. അടുത്ത ലാപ്ടോപ്പ് വരുന്നത് HP ബ്രാൻഡിൽ വരുന്ന ലാപ്ടോപ്പാണ്. ഇതും 7th ജനറേഷൻ i3 ലാപ്ടോപ്പാണ്. ഇത് വരുന്നത് ഡെല്ല് ബ്രാൻഡിൽ വരുന്ന ലാപ്ടോപ്പാണ്. 15.6 ആണ് സ്ക്രീൻ സൈസ് വരുന്നത്. i3 4th ജനറേഷനാണ് വരുന്നത്. നല്ല ഇഞ്ചക്സ് കാര്യങ്ങൾക്കൊന്നും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ആണോ SSD ആണോ എന്ന് പോലും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ റാം എത്രയെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. ജസ്റ്റ് വന്നപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൻ്റെ വീഡിയോ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടെയായിരുന്നു. അപ്പോൾ ലാപ്ടോപ്പുകൾ വന്നിട്ടുണ്ടോ എന്ന് മിക്ക ആളുകളും വാട്സപ്പിലും കോളും ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഇതൊക്കെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്കൊരു ലാപ്ടോപ്പും കൂടി ഉണ്ട്. ഇതും നമ്മളുടെ തൊട്ട് മുമ്പത്തെ വീഡിയോസിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഡെല്ല് ബ്രാൻഡിൻ്റെ ലാപ്ടോപ്പാണ്. ബിക്കോസ് ഇതും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അത് നമുക്ക് ബാറ്ററി കീബോർഡായിരുന്നു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്.
ഇതും നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഡെസ്ക്ടോപ്പിൻ്റെ പ്രൈസ് എത്രയാണ് നോക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വൈഫൈ ഡൊങ്കലിൻ്റെ വിന്നറെ തിരഞ്ഞെടുക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇയർബഡ്സ് നമ്മളെ കമൻറ്റ് ചെയ്തവർക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇനി മുമ്പത്തെ വീഡിയോസിലെ വൈഫൈ ക്യാമറയുടെ വിന്നറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഏത് രീതിയിലാണ് വിന്നറെ കണ്ടെത്തുക എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ മുമ്പത്തെ വീഡിയോസിലെ കമൻറ്റ് വിന്നറെ ഏത് രീതിയിലാണ് കണ്ടെത്തുക എന്നുള്ളത് നോക്കുക. ഞാനിവിടെ നമ്മളുടെ ചാനൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോസ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ 1700 വ്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 73 ലൈക്ക് വന്നിട്ടുണ്ട്. 77 കമൻറ്റാണ് വന്നിട്ടുള്ളത്. ഈ 77 ഒരാൾക്കാണ് നമ്മളുടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈഫൈ ക്യാമറ. ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലാണ് വൈഫൈയുമായിട്ട് പെയർ ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോസിനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു വീഡിയോസ് ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിനകത്ത് യൂട്യൂബ് കമാൻഡ് പിക്കർ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ആ ഒരു വരിക. നമുക്ക് ഫസ്റ്റ് കാണുന്ന യൂട്യൂബ് കമാൻഡ് പിക്കർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് യൂട്യൂബ് കമാൻഡ് പിക്കറിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ നമ്മളുടെ വീഡിയോസിനെ കോപ്പി ചെയ്ത ലിങ്കിനെ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ദെൻ സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 77 കമൻറ്റ് വന്നിട്ടുണ്ട്. 1777 വ്യൂസ് വന്നിട്ടുണ്ട്. 73 ലൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തൊട്ട് താഴെ ലോഡ് കമൻറ്റ് എന്നുള്ളത് ബട്ടൺ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളെ കമൻറ്റ് ചെയ്തവരെയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും താഴെ കൺഫേം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ 77 കമൻറ്റ് ചെയ്ത എല്ലാ കമൻറ്റ് ചെയ്തവരും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ എല്ലാ കമൻറ്റുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സെൽഫ് കമൻറ്റ് മാത്രം ഉൾപ്പെടുത്താതെ ആയിരിക്കും ഇത് ലിസ്റ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിലെല്ലാ കമൻറ്റും കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ടൈപ്പ് ചെയ്തത് നിങ്ങൾക്ക് ഇതിലുണ്ടോ എന്നുള്ളത് ജസ്റ്റ് വീഡിയോ പൗസ് ചെയ്ത് നോക്കുക. ഇതിൽ ചില വ്യക്തികൾ ഒരു കമാൻഡ് ഒരു ഡിവൈസിൽ തന്നെ 2 കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല. പിന്നെ നമുക്കൊരു കമാൻഡ് മാത്രമേ ഉള്ളൂ ഉൾപ്പെടുത്തുക. ചില ആളുകൾ ഒരേ ഡിവൈസിൽ തന്നെ 2-3 കമാൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് എന്തായാലും ഒരു കമാൻഡ് തന്നെ ഒരു ഉൾപ്പെടുത്തുക. ദെൻ തൊട്ട് താഴെ ഒരു ഗ്രീൻ ബട്ടണിൽ സ്റ്റാർട്ട് ബട്ടൺ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ കമാൻഡ് വിന്നറെ തിരഞ്ഞെടുത്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കമാൻഡ് വിന്നർ. അതായത് കമാൻഡ് വിന്നറെ നമ്മൾ ഏത് രീതിയിലാണ് കണ്ടെത്തുക എന്നൊക്കെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്ക് ചാനലുണ്ടെങ്കിൽ പുള്ളിക്ക് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. അതല്ലാന്നെങ്കിൽ നമ്മളുടെ ഈ ഒരു കമൻറ്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ പുള്ളിക്ക് റീപ്ലൈ കൊടുക്കും. അപ്പോൾ പുള്ളി അത് റീപ്ലൈ തന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ മൊബൈൽ നമ്പർ നമുക്ക് പേഴ്സണലായിട്ട് അയക്കും. അങ്ങനെയാണ് പൊതുവരെയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതല്ല പുള്ളി ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. അങ്ങനെയാണ് നമ്മൾ വിന്നറെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുവരെ ഏറ്റവും നമ്മൾ കൊടുത്ത ഗാഡ്ജറ്റുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വിന്നറെ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ പ്രൈസ് എത്രയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ പ്രൈസാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ സ്പെക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 1 TB ആണ് ഹാർഡ് ഡിസ്ക് വരുന്നത്, 8 GB ആണ് റാം വരുന്നത്, i3 4th ജനറേഷനാണ് പ്രോസസ്സർ വരുന്നത്,
ബ്രാൻഡ് വരുന്നത് ലെനോവയാണ്. ഇതിൻ്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പത്തേക്ക് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വിൻഡോസ് 10 Pro ആണ് ഇപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. വിൻഡോസ് 11 അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോഷോപ്പ്, വീഡിയോ എഡിറ്റിംഗ്, കോറൽ ഡ്രോ, ഓട്ടോകാഡ്, ഒരുവിധം ലൈറ്റ് വെയിറ്റ് ഉള്ള വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 10,000 രൂപയാണ്. CPU മാത്രമാണെങ്കിൽ 10,000 രൂപയാണ്. മോണിറ്ററോട് കൂടിയിട്ടാണെങ്കിൽ 11,500 വരും. അതുപോലെ തന്നെ നമുക്ക് 22 ഇഞ്ചിൻ്റെ മോണിറ്ററാണ് ഇതിൻ്റെ കൂടെ വരുന്നതെങ്കിൽ നമുക്ക് 12,000 രൂപ വരും. മുമ്പ് കാണിച്ചിട്ടുള്ള ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ലെനോവോ ബ്രാൻഡിൽ വരുന്ന മോണിറ്ററും CPU കൂടെ വരുന്നത് നമുക്ക് 11,500 ആണ്. ഈ ഒരു മോണിറ്ററാണ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നതെങ്കിൽ ഇത് 22 ഇഞ്ചാണ് വരുന്നത്. ഉൾപ്പെടുത്തുന്നതെങ്കിൽ പിന്നെ 12,000 രൂപ വരും. കീബോർഡ് മൗസ് ഓപ്ഷനിലാണ്. കീബോർഡ് മൗസ് നമുക്ക് യൂസഡ് നമ്മുടെ അടുത്ത് ഉണ്ടാവാറുണ്ട്. മിക്ക ആളുകളും ഇപ്പോൾ വയർലെസ് കീബോർഡും മൗസാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ കീബോർഡ് മൗസും ഉൾപ്പെടുത്താത്തത്. കീബോർഡ് മൗസും ഉൾപ്പെടുത്തിയിട്ടാണെങ്കിൽ 300 രൂപയും കൂടി എക്സ്ട്രാ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് കീബോർഡ് മൗസും കൂടെ ഈ ഒരു മോണിറ്റർ വെച്ചിട്ടാണെങ്കിൽ 12,300 വരും. അതുപോലെ തന്നെ നമ്മളുടെ ഏസർ ബ്രാൻഡിൽ വരുന്ന ഡെസ്ക്ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് CPU മാത്രമാണെങ്കിൽ 6,000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ മോണിറ്ററോട് കൂടിയിട്ടാണെങ്കിൽ 7,500 രൂപ വരും. അതിൻ്റെ കൂടെ 80.5 90.5 അല്ലെങ്കിൽ 20 ഇഞ്ചോ മോണിറ്റർ ആയിരിക്കും. അതിൻ്റെ സ്പെക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോസർ വരുന്നത് A8 സീരീസിൽ വരുന്ന പ്രോസറാണ്. ഗ്രാഫിക്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോസറാണ് വരുന്നത്. നമുക്കത് ഗ്രാഫിക്സ് കാർഡ് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 10 USB പോർട്ട് വരുന്ന CPU ആണ്. ഈ 10 USB പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പത്തേക്ക് വീഡിയോസിൽ 1-2 ആളുകൾ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അതിന് വേണ്ടിയിട്ട് ഹബ്ബ് വാങ്ങിച്ചാൽ പോരെയെന്ന്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമുക്ക് 10 USB പോർട്ടും നമുക്ക് ചിപ്സെറ്റിലൂടെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ ഹബ്ബ് വാങ്ങുന്നത് നമ്മൾ 2.1 ഹബ്ബ് ഒരു 4 ചാനൽ കൊടുക്കുന്നതിന് മുമ്പത്തൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് 10 USB പോർട്ട് എന്ന് പറഞ്ഞത്. 10 USB പോർട്ട് അത് ചിപ്സെറ്റിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ജംഗ്ഷൻ വഴിയാണ് വരുന്നത്. USB പോർട്ടിൽ നിന്ന് നമ്മൾ ഹബ്ബ് കൊടുക്കുന്ന രീതിയല്ല. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് CPU മാത്രം 6,000 രൂപയാണ്. 500 GB ഹാർഡ് ഡിസ്ക്കാണ് വരുന്നത്. മോണിറ്ററോട് കൂടിയിട്ടാവുമ്പോൾ 7,500 രൂപയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഡെസ്ക്ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ അറിയിക്കാം. നമ്മൾ ആളുകൾ കമൻറ്റ് ചെയ്യുക, മെസ്സേജ് അയക്കുകയും ചെയ്യരുത്. എനിക്ക് സമയമെടുക്കും ഓരോന്നിൻ്റെ ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കി മനസ്സിലാക്കി അതിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേന് നമുക്കിത് ചില ആളുകൾ വീഡിയോ കണ്ട ഉടനെ ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കരുത്. ഞാൻ എന്ത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കമൻറ്റ് വിന്നർക്കും അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടുള്ള ചോദ്യം ഇതാണ്. നമ്മളുടെ AMD A8 സീരീസിൽ വരുന്ന CPUൻ്റെ റേറ്റ് എത്രയെന്നാണ്. മോണിറ്റർ ഉൾപ്പെടാതെ CPU മാത്രം എത്രയെന്നാണ്. അപ്പോൾ ഞാൻ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6,000 രൂപ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഈ ഒരു ഇയർബഡ്സിൽ അതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഫോട്ടോസ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അയക്കാതെ നമുക്ക് ആൻഡ്രോയിഡും iOS ഒക്കെ സപ്പോർട്ടാണ് കേട്ടോ. ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്താണ്. അൺബോക്സ് ചെയ്യാത്തതായിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരിക. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിൻ്റെ വിന്നറെ തിരഞ്ഞെടുക്കുക, ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ വിന്നറെ തിരഞ്ഞെടുക്കുന്ന രീതി വേറെയാണ്. യൂട്യൂബിൽ നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതും ഞാൻ ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നമ്മൾ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീഡിയോ വെറുതെ ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതുപോലെ തന്നെ നമുക്കിത് മോണിറ്ററോട് കൂടിയിട്ട് നമുക്കത് കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്തിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മോണിറ്റർ ഡാമേജ് വരുന്നൊരു പ്രോബ്ലം വരുന്നുണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് എൻ്റെ തൊട്ടടുത്ത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും തമ്മിൽ 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. നിങ്ങളുടെ ഒരു 200 കിലോമീറ്റർ ചുറ്റളവിലുള്ള ലൊക്കേഷനിൽ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കൊണ്ടുവന്ന് തരുന്നതാണ്. അപ്പോൾ ഒരു ട്രാവലിംഗ് ചാർജ് ഒരു 300 രൂപ ചാർജ് വരും. അത് നമ്മൾ കൊറിയർ ചെയ്യുകയാണെങ്കിലും 300 രൂപ കൊറിയർ ചാർജ് വരും. അപ്പോൾ CPU മാത്രമാണെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. മോണിറ്ററാണ് ഇപ്പോൾ ചിലത് ഡാമേജ് വരുന്നത്. അതൊരു 10 1 2 ആണ് വരുന്നത്. പക്ഷേ അത് കൊറിയർ ചെയ്യാനിപ്പോൾ ഒരു ഓൾ ഇൻ വൺ PC അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ടടുത്ത് മുമ്പ് ചെയ്ത ഒരു 22 ഇഞ്ചിൻ്റെ ഒരു മോണിറ്ററൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ചിലത് കേട്ടോ, എല്ലാതും അല്ല. ഞാൻ 2-3 കൊറിയർ പരീക്ഷിച്ചിട്ടുണ്ട്. എല്ലാതും
ഒരേ പ്രോബ്ലം തന്നെ വരുന്നത്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. നമ്മളെ ലൊക്കേഷൻ പറഞ്ഞിരുന്നു. ഇതാണ് നമ്മളെ വാട്സപ്പ് നമ്പർ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഇതിലും നല്ല ടെക്നോളജി റിലേറ്റഡ് വീഡിയോയിൽ കൊണ്ടുവരാം. ബൈ.